ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് മാർച്ച് 16 ശനിയാഴ്ചയാണ്. മലയാള മാസം മീനം 3-ാം തീയതി. വാർത്തകളിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ആദ്യം. Co-sponsored by Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തീയതികൾ പ്രഖ്യാപിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഇന്നറിയാം. രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. പെരുമാറ്റച്ചട്ടവും ഇന്നു മുതൽ രാജ്യത്ത് നിലവിൽ വരും. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാക്കണം. 2014-2019 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിലിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 മണിക്ക് വിജ്ഞാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7ഓളം ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടത്തുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഇന്നു മുതൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ഇന്നലെ ചുമതലയേറ്റിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 381 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ആർ.കെ., ഗുഡ് മോർണിംഗ്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുക. അതിന് മുൻപായി ഒരു സമ്പൂർണ്ണ യോഗം ഇലക്ഷൻ കമ്മീഷൻ ചേരുന്നുമുണ്ട്. 7 ഘട്ടങ്ങൾ എന്നതിൽ ഉറപ്പിക്കുന്നുണ്ടോ? പ്രജിൻ, നിലവിലുള്ള സാഹചര്യത്തിൽ 7-ൽ കൂടുതൽ ഘട്ടങ്ങൾ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളാണ്. കാരണം കൂടുതൽ അവർക്ക് വിന്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം എന്ന രീതിയിലാണ് അത് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഈ ജൂൺ 16-ന് മുമ്പായിട്ട് ഈ നടപടികൾ പൂർത്തിയാക്കണം. 17ാം സഭയുടെ കാലാവധി ആ ഘട്ടത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ 18ാമത്തെ സഭ അതിനു മുമ്പ് നിലവിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥകൾ പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ പരമാവധി 7 മുതൽ 8 വരെ ഘട്ടങ്ങൾ എന്ന വിധത്തിലേക്ക് ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും അവരുടെ മുന്നിൽ ഉള്ളത്. കാരണം ഈ ഉത്സവങ്ങള്, പരീക്ഷകള് അതൊക്കെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ഒരു തീയതി അത് മാർച്ച് 10 ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, നമുക്കറിയാവുന്ന പോലെ ഒരു കമ്മീഷണറുടെ രാജിയൊക്കെ ഉള്ള വിഷയങ്ങൾ കൊണ്ട് അത് വൈകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ 7 ഘട്ടം എന്നുള്ളതായിരിക്കണം നിലവിലുള്ള സാഹചര്യത്തിൽ കമ്മീഷന് മുന്നിലുള്ള ഏറ്റവും പ്രാപ്യമായിട്ടുള്ള മാർഗം. അതായിരിക്കും അവലംബിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നു. പക്ഷേ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ചേരുന്ന ഈ സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം അത് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ധാരണയിലേക്ക് എത്തുക. 3 മണിക്കാണ് വാർത്താ സമ്മേളനം. വാർത്താ സമ്മേളനത്തിൽ ഈ തീയതികൾ പ്രഖ്യാപിക്കും. വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസം ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച്. കാരണം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം ഇതിനകം തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2029 ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം ഒരുമിച്ച് എല്ലായിടത്തും നടക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. 1 മാസം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ, അടുത്ത ഏപ്രിൽ പകുതിയോട് തുടങ്ങി 1 മാസം നീണ്ടു നിൽക്കുന്ന വിധത്തിലായിരിക്കും വോട്ടെടുപ്പ് നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം വോട്ടെണ്ണൽ തീയതി അതിന് അനുബന്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കും. തുടർന്നായിരിക്കും ഈ ലോക്സഭയുടെ രൂപീകരണവും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ, നമുക്ക് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെ. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടം വരും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അവരവരുടെ തന്ത്രങ്ങൾ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.
രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ന് മുംബൈയിൽ സമാപിക്കും. അംബേദ്കർ സ്മാരകമായ ചൈത്യഭൂമിയിലാണ് യാത്ര അവസാനിക്കുക. രാവിലെ താനിൽ നിന്നാണ് യാത്ര പുനരാരംഭിക്കുക. ഭാരത് ജോഡോ ന്യായ യാത്ര അവസാനിക്കുന്ന ദിനം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനെ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചിരുന്നു. ന്യായ യാത്രയുടെ വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ശ്രമമെന്നാണ് വിമർശനം. മഹാരാഷ്ട്രയിലെ യാത്രയ്ക്കിടെ വിവിധ വിഭാഗങ്ങൾക്കായി ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇന്നും വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചേക്കും. നാളെ വൈകിട്ട് ഇന്ത്യ സഖ്യ നേതാക്കളെ അണിനിരത്തി മുംബൈയിലെ ശിവാജി പാർക്കിൽ റാലിയും സംഘടിപ്പിക്കും. പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആരാണ് നിയമത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തതെന്ന് LDFും UDFും തർക്കത്തിലാണ്. നിയമം നേട്ടമായി ഉയർത്തിക്കാട്ടിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് അടിവരയിട്ട് പറയുന്നു എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി LDF കളത്തിൽ സജീവം. ലോക്സഭയിൽ പൗരത്വ ബില്ലിനെ എതിർത്തത് കേരളത്തിൽ നിന്നുള്ള ഇടതെമ്പിമാർ മാത്രമെന്ന LDF പ്രചാരണം. ബില്ലിൽ മൗനം പാലിച്ച കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പെന്നും വിമർശനം. കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിൽ സംസ്ഥാനത്തിന് മാത്രമായി ഒന്നും ചെയ്യാനില്ലെന്ന് UDFന്റെ മറുപടി. കേന്ദ്രത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനം. തെരുവിൽ UDF സ്ഥാനാർത്ഥികൾ നേരിട്ട് നയിക്കുന്ന നൈറ്റ് മാർച്ച് ഉൾപ്പെടെ സമരം സജീവം. പൗരത്വ ബില്ലിനെ എതിർത്തത് ഇടതെമ്പിമാർ മാത്രമെന്നത് പച്ചക്കള്ളമെന്ന് UDF. ചർച്ചയിൽ പങ്കെടുത്ത കേരളത്തിലെ UDF എംപിമാരുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ട് പ്രതിരോധം. വോട്ടിനു വേണ്ടി പൗരത്വ ബില്ലിനെ എതിർക്കുകയും പൗരത്വ സമരങ്ങളിലെ കേസ് പിൻവലിക്കുമെന്ന പ്രഖ്യാപനത്തിന് ശേഷവും കേസുകൾ പിൻവലിക്കാതിരിക്കുകയും വീണ്ടും കേസെടുക്കുകയും ചെയ്യുന്നതാണ് ഇരട്ടത്താപ്പെന്ന് UDF വിമർശനം. ഓരോ ദിവസവും ഇരു മുന്നണികളുടെയും നേതാക്കൾ വിഷയത്തിൽ വെല്ലുവിളിയും ആരോപണങ്ങളുമായി സജീവമാണ്. അതേസമയം BJP നേതാക്കൾ പൗരത്വ ബില്ല് കേന്ദ്ര സർക്കാർ നേട്ടമായി ഉയർത്തിപ്പിടിച്ചാണ് വോട്ട് ചോദിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ 2019 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ 109 കോടിയുടെ ബോണ്ടുകൾ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികൾ വാങ്ങി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാധാകൃഷ്ണൻ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. RK, ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ പുതിയ വിവാദങ്ങളും തലപൊക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ വിവരം അത് ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്ക് എതിരെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരുന്നു. എന്താണ് ഈ 2019 മുന്നറിയിപ്പ്? അതിന് പിന്നാലെ ഈ 109 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയത്, അതിന് വിശദാംശങ്ങൾ പറയും. പ്രജിൻ, ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി കൊടുത്ത ഒരു കേസ് അത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിൽ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർകക്ഷികളാണ്. 8ഓളം സംസ്ഥാനങ്ങളാണ് എതിർകക്ഷികൾ. ഈ കേസ് വന്ന സാഹചര്യത്തിൽ ഈ കേസ് നൽകിയതിന് കേരളത്തിലെ പുതിയ ലോട്ടറി മായി ബന്ധപ്പെട്ടിട്ടുള്ള ലോട്ടറി നിയമം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിലുള്ളത്. അപ്പോ ഇത് സുപ്രീം കോടതിയിൽ അദ്ദേഹം അപ്പീൽ സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംസ്ഥാനങ്ങൾക്ക് മാർട്ടിന്റെ കമ്പനി നൽകിയ ഈ കേസിനെ കുറിച്ചും അത് ഏതെങ്കിലും വിധത്തിൽ ഈ കമ്പനിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ നടപടികൾ ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടായാൽ ആ കേസിലുണ്ടാകുന്ന തിരിച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതാണ്ട് 3ഓളം കത്തുകൾ പല ഘട്ടങ്ങളിലായിട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്നാൽ മാർട്ടിന്റെ കമ്പനി ആ ഘട്ടത്തിൽ ചെയ്ത ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ആ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും തന്ത്രപരമായിട്ടുള്ള കാര്യം അവരുടെ നിക്ഷേപത്തുക, ഈ കമ്പനിയുടെ അടിസ്ഥാന നിക്ഷേപത്തുകയേക്കാൾ കൂടുതൽ തുക മുടക്കി ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി എന്നുള്ളതാണ്. നമ്മൾ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ തൃണമൂൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് വലിയ ഏതാണ്ട് 6000 കോടി കിട്ടിയെന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസിനേക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിനോളമോ ഈ പണം വാങ്ങിയിരിക്കുന്ന ഈ തൃണമൂൽ കോൺഗ്രസ്, BRS അങ്ങനെയുള്ള പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾ അടക്കമുള്ളവർക്ക് ഇതിന്റെ ഗുണബലം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ മാർട്ടിന്റെ കമ്പനിക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഒരുക്കാനാണ് അവർ ഈ ബോണ്ടുകൾ വാങ്ങിയതെന്ന് നമുക്ക് എന്തായാലും ആ ആരോപണത്തിൽ കൂടുതൽ വ്യക്തത ഒരുപക്ഷെ ഈ സീരിയൽ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ SBI കൈമാറുമ്പോൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് LDF ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് UDF. ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടുള്ള കുതന്ത്രമാണ് LDF നടപ്പിലാക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ആരോപിച്ചു. തോൽവി ഭയന്നുള്ള വ്യാജ പ്രചാരണം എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ മറുപടി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിനായി കരീം ക പോസ്റ്റർ ഇറക്കിയത് മുതൽ തുടങ്ങിയതാണ് കോഴിക്കോട്ടെ പോര്.
മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ആരുടെ പെട്ടിയിൽ വീഴുമെന്നതാണ് പ്രശ്നം. ആദ്യഘട്ടത്തിലെ വിമർശനത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്നാണ് UDFന്റെ നിലവിലെ ആരോപണം. ന്യൂനപക്ഷ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില മാർഗം, ആ മാർഗം അത് വിനയായിട്ട് അവർക്ക് മാറുന്ന എൻ്റെ വിശ്വാസം. അത് ആ ധ്രുവീകരണ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാകാം, മറിച്ച് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കുതന്ത്രമായി പോയാൽ അത് തിരിച്ചടി മാത്രമേ ഉണ്ടാവൂ. ആരോപണത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ മറുപടി ഇങ്ങനെ: അത് അദ്ദേഹത്തിൻ്റെ പരിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു അബദ്ധ പ്രസ്താവനയാണ്. അങ്ങനെ പ്രത്യേക ഒരു മേഖല തിരിച്ചൊന്നും ഞങ്ങൾ പ്രചരണം നടത്തുന്നില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടി ഏതെങ്കിലും വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരല്ല. എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തുന്നത്. 35% മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കെൽപ്പുണ്ട്. അതിനാൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ചൊല്ലിയുള്ള മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരാനാണ് സാധ്യത. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായേക്കും. മാജിസ്ട്രേറ്റ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന കെജ്രിവാളിന്റെ ഹർജി ഇന്നലെ ഡൽഹി സെഷൻസ് കോടതി തള്ളിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നിരവധി തവണ നൽകിയ നോട്ടീസുകൾ കെജ്രിവാൾ അവഗണിച്ചതോടെയാണ് ED കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് EDയുടെ ആരോപണം. നേരത്തെ കോടതി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു കെജ്രിവാൾ ഹാജരായത്. എന്നാൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സെഷൻസ് കോടതി അറിയിച്ചത് പ്രകാരം ഇളവുകൾക്കായി വിചാരണ കോടതിയെ കെജ്രിവാൾ സമീപിക്കാനും സാധ്യതയുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത BRS നേതാവ് K കവിതയെ ഇന്ന് ചോദ്യം ചെയ്യും. ഇന്നലെയായിരുന്നു അറസ്റ്റ്. കവിതയുടെ ജാമ്യ ഹർജി ഈ മാസം 19 സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു അറസ്റ്റ്. ഹൈദരാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്ത K കവിതയെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴയ്ക്ക് പിന്നിൽ മുൻ SFIക്കാരനെന്ന ആരോപണം. തെളിവുകൾ സഹിതം CPIM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ മുൻ നേതാവ് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നുമാണ് പരാതി. ഹരികൃഷ്ണൻ നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിശദാംശങ്ങൾ. ഹരി, വിവരങ്ങൾ പറയൂ. പ്രജനി, കേരള സർവകലാശാല കലോത്സവം അതിലെ കോഴ ആരോപണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്. അത് നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു വിധികർത്താവിൻ്റെ മരണത്തിലേക്ക് വരെ ഇത്തരം കാര്യങ്ങളെത്തി. ഇപ്പോൾ അതൊരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തി തന്നെ വേണം പറയാൻ. അതായത് ഈ കോഴയ്ക്ക് പിന്നിൽ, ഈ സർവകലാശാല കലോത്സവത്തിൽ ഈ കോഴയ്ക്ക് പിന്നിൽ ഈ ഒരു മുൻ SFI ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ, അത്തരം കാര്യങ്ങൾ ഈ SFIയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗം തനിക്ക് ആവശ്യമുള്ള, തനിക്ക് താല്പര്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ ഈ കലോത്സവത്തിൻ്റെ ഇത്തരത്തിൽ ചില മത്സര ഇനങ്ങളിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അംഗീകരിക്കാത്ത ഈ SFI കേന്ദ്ര കമ്മിറ്റി അംഗം അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിന് കൂട്ടുനിന്നാൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. തനിക്ക് ആവശ്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ഒരു അന്വേഷണമാണ് SFIയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ ഉൾപ്പെടെ, അതായത് ഈ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ, ഈ തെളിവുകൾ ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് MV ഗോവിന്ദന് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനാണ് SFIയുടെ നീക്കം. പോലീസിനെ അടക്കം സമീപിക്കാനും ഈ SFIക്ക് നീക്കമുണ്ട്. പ്രജി, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇന്നും നാളെയും മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗിലെത്തുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിൽ നിന്ന് അരിയും വിതരണം ചെയ്യും. മറ്റു കാർഡുകാർക്ക് ഇന്നും നാളെയും റേഷൻ വിതരണം ഉണ്ടാകില്ല. പിങ്ക് കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാന IT മിഷൻ സെർവറിൽ ഉണ്ടായ തകരാറ് കാരണം ഇന്നലെ റേഷൻ മസ്റ്ററിംഗ് മുടങ്ങിയിരുന്നു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും എല്ലാവർക്കും മസ്റ്ററിംഗ് നടത്താനുള്ള സമയം അനുവദിക്കുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ലക്ഷങ്ങളുടെ കുടിശ്ശികയെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ നടത്തുന്ന സമരം 6ാം ദിവസം പിന്നിട്ടതോടെയാണ് ക്ഷാമം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് സമരം തുടരുന്നത്. ക്യാൻസർ ബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തുനിന്നും വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ്. സർക്കാരിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. നേന്ത്രവാഴയിൽ പൈനാപ്പിൾ പീലിമൂട്ടയുടെ ആക്രമണം രൂക്ഷമായതോടെ കോഴിക്കോട് മാവൂരിലെ കർഷകർ ദുരിതത്തിൽ. കൃഷി നശിക്കുന്നതിനാൽ സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. മാവൂർ മണന്തലക്കടവിലെ നേന്ത്രവാഴത്തോട്ടത്തിലാണ് കൃഷിനാശത്തിന് കാരണമായ പൈനാപ്പിൾ മീലിമൂട്ടയുടെ സാന്നിധ്യം.
2 ആഴ്ച മുമ്പാണ് ആദ്യമായി വാഴകളിൽ ഈ കീടങ്ങളെ കണ്ടത്. ദിവസങ്ങൾക്കകം എല്ലാ വാഴകളിലേക്കും വ്യാപിച്ചു. തടിയിലും ഇലകളിലും വെള്ളം നിറത്തിലുള്ള പൂപ്പൽ പോലെ പറ്റിപ്പിടിച്ച നിലയിലാണ് കീടങ്ങൾ. കീടബാധയേറ്റ വാഴകൾ നീരൊലിച്ച് ഒടിഞ്ഞു വീഴുകയാണ്. ആയോത്ത് അബ്ദുൽ ഗഫൂർ, മഠത്തിൽ അബ്ദുൽ മജീദ്, പുലപ്പാടി സാലിം തുടങ്ങിയവരുടെ കൃഷിയിടത്തിലാണ് കീടബാധ രൂക്ഷമായിരിക്കുന്നത്. വായൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ട് അതിൻ്റെ ദ്രാവകം വന്നിട്ട് ഈ വായൻ്റെ മുകളിലൂടെ കറുത്ത പാടുകൾ വരികയാണ്. പിന്നാണെങ്കിൽ ഈ കറുത്ത പാട് വരുന്നതല്ല, ഈ വായൻ്റെ തണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. 800 വാഴകളും വെച്ചിട്ടുണ്ട്. ഈ വാഴയൊക്കെ നഷ്ടത്തിലേക്കാണ് നിങ്ങൾ. ഈ വാഴ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചല്ല. കേരളത്തിൽ വിവിധ വാഴത്തോട്ടങ്ങളിൽ നേരത്തെ പൈനാപ്പിൾ മീലിമൂട്ടയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആക്രമണം രൂക്ഷമായിരിക്കുന്നത് മാവൂർ മേഖലയിലാണ് എന്ന് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് പറഞ്ഞു. മരുന്ന് കർഷകന് പ്രതിവിധി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവര് അത് കൃത്യമായിട്ട് കൈക്കൊണ്ടിട്ടുമുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഈ ഒരു ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ മീലിമൂട്ടയുടെ ആക്രമണം ഏതെങ്കിലും വയലുകളിൽ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കർഷകരെല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃഷി വ്യാപകമായി നശിക്കുന്നതിന്റെ ആശങ്കയിലാണ് കർഷകർ. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. 24 കോഴിക്കോട്. കോഴിക്കോട് നഗരപരിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് 2 വലിയ തീപിടുത്തങ്ങളാണ്. ഇവിടേക്ക് യൂണിറ്റുകൾ എത്തിക്കേണ്ട ബീച്ച് ഫയർ സ്റ്റേഷന്റെ അവസ്ഥയാകട്ടെ പരിതാപകരവും. താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷനിലുള്ളത് ആകെ ഒരു യൂണിറ്റ് മാത്രം. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ടയറുകൾ സൂക്ഷിച്ച ഷെഡിൽ തീപിടുത്തമുണ്ടായത്. ഒരു യൂണിറ്റ് മാത്രമുള്ള ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു. തീ പൂർണ്ണമായും അണഞ്ഞതാകട്ടെ 30 മിനിറ്റ് കഴിഞ്ഞ് മറ്റു ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് യൂണിറ്റുകൾ എത്തിയതോടെ. കഴിഞ്ഞ ദിവസം മാനാഞ്ചിറയ്ക്ക് സമീപത്തുള്ള കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലും തീ പടർന്നു. അവിടെയും സമാന സ്ഥിതി. കെട്ടിടമില്ലാതായതോടെയാണ് 6 മാസം മുൻപ് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. ഇന്ന് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് മാത്രമാണ് ഈ ബീച്ച് ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ള യൂണിറ്റുകൾ വെള്ളിമാട് കുന്നിലേക്കും മീഞ്ചന്തയിലേക്കും കൊയിലാണ്ടിയിലേക്കും മാറ്റുകയുണ്ടായിട്ടുള്ളത്. ഒരു ഫയർഫോഴ്സിന്റെ യൂണിറ്റ് വന്ന് തീ അണയ്ക്കുമ്പോൾ വലിയ നാശനഷ്ടമാണ് ആ ഉണ്ടായിട്ടുള്ള അപകടത്തിനുണ്ടാകുന്നത്. അതിൻ്റെ തോത് പോലും ഈ ഭരണാധികാരികൾ കണക്കൂട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് എത്തുമ്പോഴത്തേക്ക് എന്താണോ കത്തുന്നത് ആ കത്തുന്നതിന് വലിയ തോതിൽ കത്തിപ്പോവും. വലിയ നാശനഷ്ടം, എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നു. പുതിയ കെട്ടിടം കണ്ടെത്തി ഫയർ സ്റ്റേഷൻ അങ്ങോട്ട് മാറ്റാനുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ ആദ്യത്തെ വിളിയെത്തുന്നത് ബീച്ച് ഫയർ സ്റ്റേഷനിലേക്കാണ്. താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷനിലുള്ളതാകട്ടെ ഒരൊറ്റ യൂണിറ്റും. വലിയ തീപിടുത്തമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 17ാം സീസണ് അടുത്ത വെള്ളിയാഴ്ച ചെന്നൈയിൽ കൊടിയേറും. 10 ടീമുകളെയും വിശദമായി പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലേക്കാണ് ഇനി. ആദ്യ ദിവസം നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് IPL ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ടീം. കളിച്ച 14 സീസണിൽ 12ലും പ്ലേ ഓഫിൽ, 10 ഫൈനലുകൾ, 5 കിരീടങ്ങൾ. കിരീടം 2 തവണ നിലനിർത്തുന്ന ആദ്യ ടീമെന്ന നേട്ടം സ്വന്തമാക്കാനാണ് തല ധോണിയും സംഘവും ഇത്തവണ ഇറങ്ങുന്നത്. MS ധോണിയുടെ തന്ത്രങ്ങളാണ് ചെന്നൈയുടെ കരുത്ത്. ടീമംഗങ്ങളെ ഇത്രമേൽ സ്വാധീനിക്കുന്ന മറ്റൊരു ക്യാപ്റ്റൻ ഉണ്ടോ എന്ന് സംശയം. കളിക്കാരെ മാച്ച് വിന്നർമാരാക്കി മാറ്റുന്നതിൽ ധോണിക്ക് പ്രത്യേക കഴിവുണ്ട്. അശ്വിനിൽ തുടങ്ങി പാതിരാന വരെയുള്ള യുവതാരങ്ങളെ വളർത്തിയതും ഫോം ഔട്ടായ അജിൻക്യ രഹാനെയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചതും ധോണിയുടെ മാസ്റ്റർ പ്ലാനാണ്. കിരീടം നേടിയ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല ചെന്നൈ. അമ്പാട്ടി റായിഡു വിരമിച്ചതോടെ ഡാരൽ മിച്ചലിനെ കൊണ്ടുവന്ന ടീം കൂടുതൽ പവർഫുള്ളാക്കി. പരിക്ക് മൂലം ഡവൺ കോൺവേക്ക് സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമാകുമെന്നത് തിരിച്ചടിയാണ്. എങ്കിലും യങ് സെൻസേഷൻ രച്ചിൻ രവീന്ദ്ര ആ കുറവ് നികത്തുമെന്ന് കരുതുന്നു. ഋതുരാജ് കേക്വാത്തും അജിൻക്യ രഹാനെയും ജഡേജയും ഫിനിഷിങ്ങിന് ധോണിയുമുള്ളപ്പോൾ ബാറ്റിങ്ങിലെ ആശങ്കകൾ കുറവാണ്. ബൗളിംഗ് നിരയിൽ വലിയ പേരുകളില്ലാത്തത് പോരായ്മയാണ്.
ഷാർദുൽ താക്കൂർ തിരിച്ചെത്തിയതിനൊപ്പം ദീപക് ചഹാർ, മദീഷ പാദരാന, മുസ്തിഫുർ റഹ്മാൻ എന്നിവരാണ് പേസ് ബൗളിംഗ് നിരയിൽ. 8.4 കോടി കൊടുത്ത് ടീമിലെടുത്ത UP ബാറ്റർ സമീർ റിസ്വിയാണ് ഇത്തവണ നോക്കി വെക്കേണ്ട താരങ്ങളിലൊന്ന്. ഇത് ധോണിയുടെ അവസാന സീസൺ ആകുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഡെഫിനറ്റ്ലി നോട്ട് എന്ന ധോണി വീണ്ടും പറയുന്നത് കേൾക്കാനാണ് താരത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ലക്ഷങ്ങളുടെ കുടിശ്ശികയെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ നടത്തുന്ന സമരം 6ാം ദിനം പിന്നിട്ടു. പ്രതിഷേധം ശക്തമാക്കി രോഗികളുടെ ബന്ധുക്കൾ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ബോണ്ടുകൾ വാങ്ങിയത് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ നിക്ഷേപത്തേക്കാൾ 50 ഇരട്ടി വരെ തുകയുടെ ബോണ്ടുകൾ വാങ്ങിയെന്ന് കണക്കുകൾ. ആകെ വാങ്ങിയത് 109 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ SFI നേതാവെന്ന ആരോപണം. ജഡ്ജസിനെ സ്വാധീനിക്കാൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം 5 ലക്ഷം വാഗ്ദാനം ചെയ്തെന്നും പരാതി. CPIM സംസ്ഥാന സെക്രട്ടറിക്ക് തെളിവുകൾ സഹിതം പരാതി നൽകി SFI കേന്ദ്ര കമ്മിറ്റി അംഗം. പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.